ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ 12ാമത്തെ ദിവസമാണ്. രാവിലെ 4:15 തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. വിളക്ക് കത്തിക്കാൻ വീടിന് വെളിയിലാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത്. ഇന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നാളത്തെ എൻ്റെ ഒരു സ്വപ്നം ഇന്നലെ, അതായത് 11ാമത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ദിവസം എനിക്ക് സാധിച്ചു. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പറയുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും കാണണം. അങ്ങനെ തലേന്ന് ഞാൻ വിളക്കെല്ലാം വൃത്തിയാക്കി വെച്ചുകൊണ്ട് എനിക്കത് രാവിലെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. അപ്പം മഞ്ഞളും കുങ്കുമവും എല്ലാം ഞാൻ ചാലിച്ച് തട്ടത്തിൽ പൊട്ട് തൊട്ട് ആ മഞ്ഞളും കുങ്കുമത്തിൽ ഞാൻ ജവാദ് പൗഡർ, എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ജവാദ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതിലും ചാലിച്ചിട്ടാണ് ഇത് പൊട്ട് തൊട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പോസിറ്റീവ് സ്മെല്ല് തന്നെയാണ് ഈ ജവാദ് പൗഡറിൻ്റെത്. അങ്ങനെ തട്ടാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പൂക്കൾ, ഞങ്ങളവിടെ പൂവൊക്കെ കുറവാണ്, അപ്പോൾ ഞാൻ പൂ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് 50 രൂപയ്ക്ക് പൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നിൽക്കും. ഞാൻ അങ്ങനെ ഇന്നലെ എനിക്ക് തീർന്നു. അങ്ങനെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പൂവും വാങ്ങിച്ചിട്ടാണ് വന്നത്. വിളക്കിലെല്ലാം ഞാൻ പൊട്ട് തൊട്ട് അതിന് ശേഷം തട്ടത്തിലെല്ലാം പൂക്കൾ വാങ്ങി ഞാൻ അലങ്കരിക്കും. എനിക്ക് കൂടുതലും ഇഷ്ടം നമ്മുടെ ജമന്തി പൂവിൽ ഓറഞ്ച് കളറാണ്. ആ ഓറഞ്ച് കളർ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ആ പൂക്കളിലെല്ലാം ആ തട്ടത്തിൽ വെക്കുമ്പം തന്നെ. ഞാൻ കൂടുതൽ, പക്ഷേ എനിക്ക് കുറച്ചേ കിട്ടാറുള്ളൂ, എന്നാലും ഞാൻ കൂടുതലും വിളക്കിൽ വയ്ക്കാനാണ് നോക്കുന്നത്. നമ്മുടെ ബ്രഹ്മമുഹൂർത്ത തട്ടിൽ ഞാൻ മഞ്ഞപ്പൂവാണ് കൂടുതലും ഇടുന്നത്. പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ച് വിളക്ക് കത്തിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് അതറിയാമല്ലോ, നമ്മളത് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഫീല് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ എൻ്റെ 12ാമത്തെ ദിവസം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് സഫലമായിരിക്കുന്നത്. അപ്പോൾ ഈ 48 ദിവസവും കത്തിച്ചതിന് ശേഷം എൻ്റെ ആഗ്രഹം സഫലമാവുന്നു എന്നുള്ളതിൻ്റെ 100% ഒരു ഒരു വിശ്വാസം എനിക്ക് ഈ ആഗ്രഹം നടന്നതിലൂടെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ തട്ടെല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ വയ്ക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കറക്റ്റ് ടൈം, ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ചെയ്യണമെന്ന്. അതിൽ ഒരു 4:30-നും 4:45-നും ഇടയ്ക്ക്, മാക്സിമം 4:44 തന്നെ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ മാക്സിമം കത്തിക്കാറുണ്ട്. ചില ദിവസം ഒരു 2-3 മിനിറ്റൊന്നും വ്യത്യാസം വരും, എന്നാലും ഞാൻ മാക്സിമം കറക്റ്റ് ടൈമിൽ തന്നെയാണ് കത്തിക്കുന്നത്. ഈ 12 ദിവസവും ഈ ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ കറക്റ്റ് അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കറക്റ്റ് 3:51 ആകുമ്പോഴത്തേക്ക് ഞാൻ എണ്ണിക്കും. അതൊരു മഹാ അത്ഭുതമായിട്ട് തന്നെ, കട്ടിലിൽ നിന്ന് എണ്ണിക്കാൻ തന്നെ മടിയുള്ള ഞാനിത് ഓട്ടോമാറ്റിക്കലി എണ്ണിക്കും, ഒരു മുഷിച്ചിലും ഇല്ലാതെ ഞാൻ എണ്ണിക്കും. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഞാൻ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവാണ്.